بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان وعلينا وعلى مشايخنا وأساتذتنا وذوينا وأحبابنا ومصنفي كتبنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ويشترط ترتيبه وموالاته وفي قول لا يضر كلام وسكوت طويلان. പിന്നെ ആ വാങ്ക് സഹിയാകാനുള്ള ഷർത്ത് പറയുന്നു. ഷർത്ത് പറയുമ്പോൾ അത് സിഹത്തിനാണല്ലോ. അപ്പോൾ യുഷ്തറത്തു തർത്തീബുഹു എന്ന് പറഞ്ഞെടുത്ത് തൊഫയില് യുഷ്തറത്തു ഫി കുല്ലിൻ മിൻഹു വമിനൽ ഇഖാമത്തീന്. അപ്പോൾ എന്തില് ഫി കുല്ലിൻ ഓരോന്നിലും ഷർത്താണ്. ഓരോന്നെന്തിനാല് മിൻഹു വമിനൽ ഇഖാമത്തി ആ വാങ്കും ഇഖാമത്തും രണ്ടിലും ഷർത്താണ്. അപ്പോ മിന്നാജില് വയുസ്തറത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ തെർത്തീബുഹു എന്നുള്ള അമീർ അദാനിലേക്കാണല്ലോ മടങ്ങുക. അപ്പോ വാങ്ക് തർത്തീബാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇബ്നു റഹിമഹുല്ലാഹു മിനൽ ഇഖാമത്തി അതും കൂടെ കൂട്ടിയത് വയുസ്തറത്തു ഫീ കുല്ലിൻ മിൻഹു വമിനൽ ഇഖാമത്തി. ഓരോന്നിലും മിൻഹു വാങ്കിൽ നിന്നും ഇഖാമത്തിൽ നിന്നുമുള്ള ഓരോന്നിലും ഷർത്താണ് ഇസ്മാഉൻ നഫ്സി അല്ലോ, ശരീരം കേൾക്കണം. അത് ഏത് ദിക്റിന്റെയും ഷർത്താണല്ലോ. അവനവൻ കേൾക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ചൊല്ലണം, ഓതണം, പറയണം എന്നുള്ളത് ഏതിന്റെയും ഷർത്ത്. അതാ ഇസ്മാഉൻ നഫ്സി, സ്വന്തം ശരീരത്തെ കേൾക്കണം. എപ്പോഴാണ് അത് ലിമൻ യുഅദ്ദിനു വഹദഹു, ലിമൻ ഒരുത്തൻ, അവനെന്താണ് സുന്നത്താണ് അല്ല ഷർത്താണ് ഇസ്മാഉൻ നഫ്സ്. അവന് ഷർത്താണ് ഇസ്മാഉൻ നഫ്സ്. അവൻ എങ്ങനത്തെ യുഅദ്ദിനു വാങ്കൊടുക്കുന്നു വഹദഹു അവന് വേണ്ടി മാത്രം. യുഅദ്ദിനു വഹദഹു അവൻ ഒറ്റയ്ക്ക് വാങ്കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് ഇവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാനാണ് വാങ്കൊടുക്കുന്നത്. അപ്പൊ അവൻ സ്വന്തം ശരീരം കേൾക്കണം. ഇല്ല എന്ന് പറഞ്ഞാല് ഇവൻ ഒറ്റക്കായ നിലയിലല്ല വാങ്കൊടുക്കുന്നത്, വേറെ ആൾ കൂടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാനാണെങ്കിൽ ഇസ്മാഉ വാഹിദിൻ ഒരാളെ കേൾപ്പിക്കണം, ചുരുങ്ങിയത് ഒരാളെ കേൾപ്പിക്കണം. ആ ജമാഅത്തിൽ നിന്നുള്ള ഒരാളെ ചുരുങ്ങിയത് കേൾപ്പിച്ചിരിക്കണം. എന്നാലേ അത് ആ ജമാഅത്തിന്റെ വാങ്കായി പരിഗണിക്കുള്ളൂ. ഇല്ല അങ്ങനെ ഒരാൾ ആരും കേൾക്കാതെ വാങ്ങ് കൊടുത്തെങ്കിൽ പിന്നെ വേറെ വാങ്ങ് കൊടുക്കണോ, അങ്ങനെയാവും. പിന്നെ അത് ഇസ്മാഉൻ നഫ്സ് എല്ലാ ദിക്റിനും ഷർത്താണ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ലിസാനിയായ ദിക്റാവുമ്പോഴാ. കൽബിയായ ദിക്റാവുമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല. അത് വേറെ ഉണ്ടല്ലോ കൽബിയായ ദിക്ർ. കൽബിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ ഇജ്റാഉമാ യജ്രി അലൽ ലിസാനി ഫി ഖൽബിഹിന. നാവില് എന്താണോ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ കൽബിയായ ദിക്ർ എന്ന് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതാണ് നാക്കില് പറയുക, നാക്കില് നടത്തലതാണല്ലോ നാവില്. അതിനെ കൽബില് ഇജ്റാ ചെയ്യുക. ഇതിനാണ് കൽബിയായ ദിക്ർ എന്ന് പറയാം. വഅദമു ബിനാഇ ഗൈരിഹി അതും ഷർത്താണ്. മറ്റൊരുത്തൻ ബിനാ ചെയ്യാതിരിക്കൽ. ഗൈരിഹി എന്ന് പറഞ്ഞത് എന്താണ്, ബാങ്ക് കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞ മയ്യുവദ്ദിന് പറഞ്ഞല്ലോ. അപ്പൊ അവനല്ലാത്തവൻ ബിനാ ചെയ്യുക എന്ന് പറഞ്ഞാല് ബാക്കി പറയാതിരിക്കുക. അലാമൻ അത്താബിഹി ആ ബാങ്ക് കൊടുത്തവൻ കൊണ്ടുവന്ന ഒന്നിന്റെ മേൽ എടുക്കുക, അത് ചെയ്യരുത്. അപ്പൊ ബാങ്ക് കൊടുത്ത ഒരുത്തൻ കൊണ്ടുവന്ന ഒന്നിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എന്താക്കി ഹയ്യാല സ്വല വരെ ബാങ്ക് കൊടുത്ത് നിർത്തി. എന്നാ പിന്നെ ഒരുത്തൻ വന്നിട്ട് എന്താക്ക ഹയ്യാല സ്വല കഴിഞ്ഞിട്ട് പിന്നെ ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ബാക്കി മാത്രം പൂർത്തിയാക്കുക. ഇത് പറ്റൂല. അതായത് ഒരുത്തനെന്ത് ബാങ്ക് കൊടുത്ത് പകുതിയായപ്പോ ഓനെന്തോ സംഭവിച്ചു പോയെങ്കിൽ പിന്നെ മറ്റോ വേറൊരുത്തൻ ബാങ്ക് കൊടുക്കണേ ആദ്യം പോലെ കൊടുക്കണം. ഇത് ബാക്കി കൊടുത്താൽ പോരാന്നർത്ഥം. എന്നഹു യൂഖഇ ഫിൽ ലബ്സി. കാരണം എന്താ,
അങ്ങനെ ആ ബിനാ ആകുന്നത് ലബുസിൽ വാക്കിയാക്കും, ജനങ്ങളെ ഇൽത്തിബാസ് ഉണ്ടാക്കും. അപ്പോ വക്കൽ ഹജ്ജ്, ഹജ്ജ് പോലെയും. ഹജ്ജ് അങ്ങനെ ബാക്കി ചെയ്താൽ മതിയാവൂലല്ലോ. ബാക്കി ചെയ്താൽ മതിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഹജ്ജ് ചെയ്യാം, അപ്പൊ അവന് പകുതിക്ക് വെച്ചിട്ട് എന്തായിപ്പോയി, എന്തോ ബുദ്ധിമുട്ടായി. എന്നാൽ അതിന്റെ ബാക്കി ഞാൻ വേറെത്തന്നെ ഏൽപ്പിക്കാൻ പറ്റും? അങ്ങനെ പറ്റൂലല്ലോ, ബിനാവ് പറ്റൂല. അതിൽ ചില കർമ്മങ്ങൾ മാത്രം എന്താണ് പകരം ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ജംറേറിയ പോലത്തത് അതല്ല പറഞ്ഞ, മൊത്തം ഹജ്ജിനെ എന്ത് ബിനാ ചെയ്യാൻ പറ്റൂലല്ലോ എന്ന്. ഒരുത്തൻ പകുതി ഒരു ഹജ്ജ് ചെയ്ത് അതിന്റെ ബാക്കി വേറെത്തം ചെയ്യുക, എന്നാലും രണ്ടാൾക്കും കൂടി ഒരു ഹജ്ജ്, അല്ലെങ്കിൽ എന്ത് അത് ഒരാളിനെ ഹജ്ജ്, അങ്ങനൊന്നും പറ്റൂലല്ലോ. എന്ന പോലെയാണിത്. പിന്നെ അപ്പൊ ഈ വക്കൽ ഹജ്ജ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഷെർവാനി പറഞ്ഞ് നക്കൽ ചെയ്ത് ലിയന്നഹു കൽ ഹജ്ജി എന്നർത്ഥം. ലിയന്നഹുവിന്റെ മേലെ അത്തുഫാണ്. അപ്പോ വഅദമു ബിനാഇ ഗൈരിഹി അലാമാ അതാബിഹി കൽ ഹജ്ജി. അപ്പൊ ഇവിടെ രണ്ടാളിലെയും ശബ്ദം ഒരുപോലെയാണെങ്കിലും പറ്റൂല എന്ന്. കാരണം ആദ്യം യൂഖിഫിൽ ലബ്സി എന്ന് പറഞ്ഞപ്പോ രണ്ടാളിലെയും ശബ്ദം രണ്ട് രീതിയിലാവുമ്പോഴെന്നല്ലേ വരിക. എന്നാലോ രണ്ടാളിലെയും ശബ്ദം സാമ്യമുള്ളതാണെങ്കിലും പറ്റൂല. അതുകൊണ്ടാണ് എന്താക്കിയത് കൽ ഹജ്ജി എന്ന് പറഞ്ഞത്. പിന്നെ ലിയന്നഹു യൂഖിഫിൽ ലബ്സി എന്ന് പറഞ്ഞിടത്ത് നിഹായ മുഗ്നിയൊക്കെ ഷെർവാനി ഉദ്ധരിച്ച ഗാലിബൻ ഫലാ ഫർഖ അൻ യകൂന അല്ല ബൈന അൻ യസ്തബിഹാ സൗത്തൻ ഔലാ. അത് തുഹ്ഫയിൽ ഈ വക്കൽ ഹജ്ജി എന്ന് പറഞ്ഞ ഇല്ലത്തൊന്നും കിട്ടും. പിന്നെ തർത്തീബുഹു മുവാലാത്തുഹു ലില്ലിത്തിബായി, തർത്തീബായിരിക്കണം. സാധാരണ അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇങ്ങനെ തർത്തീബായി തന്നെ വരണം. മുവാലാത്തുഹു അത് തുടരെയാകുകയും വേണം. അപ്പോൾ തവീലായ വസ്ൽ ഇടക്ക് വന്നാൽ പിന്നെന്താക്കണം, പിന്നെ ആദ്യം പോലെ കൊടുക്കണം. അതെ, ലില്ലിത്തിബായി അതൊക്കെ ഷർത്താണെന്നാ. അപ്പൊ ഈ ബാങ്ക് മുഅ്തദ്ബി ആകാനുള്ള ഷർത്താണല്ലോ. ഇനി വലി അന്ന തെർക്കഹുമാ യൂഹിമുൽ ലഅബ വയുഖില്ലു ബിൽ ഇലാമി, അത് തെർത്തീബ് മുവാലാത്തോ ഇത്തിബായിനാണ്. അതിന് പുറമെ അത് രണ്ടും ഒഴിവാക്കിയാൽ എന്ത് വരും? അത് രണ്ടിനെയും ഒഴിവാക്കുന്നതാകുന്നത് യൂഹിമുൽ ലഅബ, ഒരു കളിയാണോ എന്ന് തോന്നിപ്പിക്കും. ഇപ്പം ബാങ്കൊണ്ടൊരു കളി കളിക്കുകയാണോ, അത് പറ്റൂലല്ലോ. യുഖില്ലു ബിൽ ഇലാമി എന്ന പോലെ ഈ ഇലാമ് എന്ന് പറഞ്ഞ മഖ്സൂദ്, ബാങ്കിന്റെ എന്ന പോലെ ഇഖാമത്തിന്റെ ഒക്കെ മഖ്സൂദിൽ ഇലാമുണ്ടല്ലോ. ആ ബാങ്കിന്റെ ഇനത്തിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇഖാമത്തിനെ കുറിച്ചും. അപ്പൊ അവിടെ എന്താണ്, ആ ഇലാമ് എന്ന് പറഞ്ഞതിന് ഖലലുണ്ടാക്കും, ഭംഗം വരുത്തും, കേടുവരുത്തും. അപ്പൊ അതുകൊണ്ട് തർത്തീബും മുവാലാത്തും വേണം. അപ്പൊ വലായലുറു യസീറു കലാമിൻ വസുക്കൂത്തിൻ വനൗമിൻ വഇഗ്മാഇൻ വജുനൂനിൻ വരിദ്ദത്തിൻ വഇൻകുരിഹാ. ഇനി ശേഷം വഫീ ഖൗലിൽ ലായലുറു കലാമുൻ വസുക്കൂത്തുൻ തവീലാനി എന്നാ പറയുന്നത്. ഒരു ഖൗലനുസരിച്ച് എന്താണ് തവീലായ സുക്കൂത്തും കലാമും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മുവാലാത്ത് ഷർത്തില്ല എന്നാ പറയുന്നതിന്റെ അർത്ഥം അല്ലേ. അപ്പൊ തവീലാവുമ്പോഴാണ് മുവാലാത്ത് മുറിയ. അപ്പൊ ഖലീലാണെങ്കിലോ മുവാലാത്ത് മുറിയൂല. അപ്പോ ചെറിയൊരു എന്താണ് സുക്കൂത്തോ കലാമോ ഒക്കെ ഈ കലിമത്തുകളുടെ ഇടയിൽ വന്നു പോയതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ബാങ്ക് മുഅ്തദ് ബിഹി ആകും, ഇഖാമത്ത് മുഅ്തദ് ബിഹി ആണ് എന്നതിൽ ഖിലാഫില്ല. ഖിലാഫ് തവീലാവുമ്പോഴാ. അപ്പൊ വലായലുറു എന്ന് പറഞ്ഞത് ഈ ശേഷമുള്ള കൗലും കൂടി പരിഗണിച്ചിട്ട് പറയാം. യസീറു കലാമിന് ഒരു ചെറിയ കലാമ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, എന്തോന്ന് പറഞ്ഞ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ ഫോണ് ബെല്ലടിച്ച്. അപ്പൊ വേറൊരാളോട് പറഞ്ഞു ആ ഫോണൊന്ന് എടുക്കുന്ന് പറഞ്ഞു. അപ്പൊ ഒരു യസീർ കലാമാണ് അല്ലേ. അല്ലെങ്കിൽ ആരോ ബെല്ലടിച്ച്, ഇയാൾ നിസ്കരിക്കാൻ വീട്ടിൽ ബാങ്ക് കൊടുക്കുക, അല്ല ഇഖാമത്ത് കൊടുക്കുക. അപ്പൊ അത് ആരാന്ന് നോക്കുന്ന് പറഞ്ഞു. അപ്പൊ യസീർ കലാം കുഴപ്പമില്ല, അതിന്റെ ബാക്കി പൂർത്തിയാക്കിയാൽ. ഇപ്പൊ സുക്കൂത്തിന് എന്ന പോലെ അല്പം ഉണ്ടാകുന്നാലും കുഴപ്പമില്ല. അവൻ ഓമിൻ ഇടക്കൊന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. ഉറങ്ങാന്ന് പറഞ്ഞാൽ നല്ല എന്താണ് വലബത്തിന് നോമിന്റെ സമയമാണ്. ബാങ്ക് കൊടുത്തപ്പോ ഇടക്കൊന്ന് കണ്ണ് വാങ്ങിപ്പോയി, അത് കുഴപ്പമില്ല. യസീറാണെങ്കിൽ അത് ഇഗ്മാഇൻ എന്ന പോലെ ബോധക്ഷയം ഉണ്ടായിപ്പോയി, അപ്പൊ തന്നെ ഉണർന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ജുനൂനിൻ ഭ്രാന്ത് ഒരു ഇദ്ദത്തിന്റെ ഇദ്ദത്തും ഉണ്ടായി, യസീറാണെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാല് ഇവൻ അതിന്റെ ഇടയ്ക്ക് മുർത്തദ്ദാകുന്ന എന്തോ കലാമ് പറഞ്ഞുപോയി.
അപ്പം തന്നെ എന്ത് ചെയ്ത് ഇവനത് ബോധ്യപ്പെടുകയും അപ്പം തന്നെ കലിമയിൽ ഇസ്ലാമിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആ ബാങ്കിന്റെ ഇടക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് അതിന് ബാങ്ക് ആദ്യം മുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ആദ്യത്തെ ബാങ്ക് പൂർത്തിയാക്കിയാൽ മതി. അതാണ് റിദ്ദത്ത് എന്ന് പറഞ്ഞത്. വയും കുരിഹ ആ പറഞ്ഞ യസീറു കലാം മുതൽ ഇങ്ങോട്ട് പറഞ്ഞത് കറാഹത്താണെങ്കിലും ശരി അത് ഷർത്തിന് വിരുദ്ധമല്ല എന്നർത്ഥം. വഫീ ഖൗലിൻ ലാ യദുറു കലാമുൻ വസുകൂത്തുൻ ത്വീലാനി കസായിരിൽ അദ്കാരി. മറ്റ് ദിക്റിലും അതിന്റെ ഇടയ്ക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞാലും സുക്കൂത്തായാലൊന്നും കുഴപ്പമില്ലല്ലോ, ത്വീലായാലും കുഴപ്പമില്ല. എന്ന പോലെ ഇതൊരു ദിക്റല്ലേ എന്നുള്ളതാ. വൽക്കലാമു ഫീ ത്വീലിൻ ലം യഫഹുഷ്. അത് ത്വീൽ എന്ന് പറഞ്ഞത് ഫാഹിഷ് ആകാത്ത ത്വീലാകുമ്പോഴാ. ഫാഹിഷ് ആകാത്ത ത്വീലിനെ കുറിച്ചാണ് ഈ പറഞ്ഞ പിന്നെ ഖിലാഫ്. ഫീ ഖൗലിൻ എന്ന് പറഞ്ഞാൽ ഖിലാഫ് ഫാഹിഷ് ആകാത്താകുമ്പോഴോ ഇല്ല. അങ്ങനെ ഫാഹിഷായ ത്വീലാണെങ്കിലോ ലറ ജസ്മൻ, അവിടെ ഖിലാഫില്ല, ലറ ആണ് എന്നുള്ളത്. പിന്നെ ഫാഹിഷാകലെങ്ങനെ അതാ വൈൻ ഫാഹിഷ ബിഹൈസു ലാ യുസമ്മ മഅൽ അവ്വലി അദാനൻ ഫിൽ അദാനി വഇഖാമത്തൻ ഫിൽ ഇഖാമത്തി ഇസ്തഗ്നഫ ജസ്മൻ എന്ന് നിഹായ മോന്. അപ്പൊ ആദ്യത്തത് ഇതും കൂടെ കൂട്ടിയിട്ട് ഉറുഫില് എന്ത് ചെയ്യൂല, ഒരു അദാൻ എന്ന് പറയൂല, അത്രയും നീണ്ടുപോയി, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു പോയി എന്നർത്ഥം. എന്നാ പിന്നെ ആദ്യത്തിന്റെ വാക്യായിട്ട് ഇത് കൂട്ടൂലല്ലോ. അപ്പൊ ആ രീതിയിലായി പോയാല് വേറെ വാങ്ങ് കൊടുക്കണം. അതാ ലറ ജസ്മൻ എന്ന് പറഞ്ഞു. ഇനി ഷർത്തുൽ മുഅദ്ദിന്, നേരത്തെ വാങ്കിന്റെ ഇഖാമത്തിന്റെ ഷർത്താ പറഞ്ഞു. ഇനി മുഅദ്ദിന്റെ മുഖീമിന്റെ ഷർത്ത് എന്താ? ഷർത്തുൽ മുഅദ്ദിനി വൽ മുഖീമി, ഇഖാമത്ത് കൊടുക്കുന്നവന്റെയും ഷർത്താകുന്നത് അൽ ഇസ്ലാമു മുസ്ലിം ആയിരിക്കണം. തമ്മീസും വേണം, തമ്മീസ് വേണം എന്ന് പറഞ്ഞു. ഫലാ യസിഹാനി മിൻ കാഫിരിൻ, അപ്പൊ കാഫിറിന് അത് വാങ്കു ഇഖാമത്തും ശരിയാവൂല. ഗൈരി മുമയ്യിസിൻ, മുമയ്യിസ് അല്ലാത്തവനിൽ നിന്നും ശരിയാവൂല. മുമയ്യിസ് അല്ലാത്തവൻ ആരെ പോലെ? സക്രാന. സക്രാന് മുമയ്യിസ് അല്ല, അല്ല ഒരു മുമയ്യിസിൻ മിസാലല്ല. സക്രാനെന്ന് ശരിയാകാത്ത പോലെ തന്നെ സക്രാനിൽ നിന്ന് അവന് തമ്മീസും ഇല്ല, സക്രാനിൽ നിന്ന് ശരിയാകാത്ത പോലെ ഗൈറു മുമയ്യിസായ കുട്ടിയിൽ നിന്നും ശരിയാവൂല എന്നർത്ഥം. ഗൈറു മുമയ്യിസ് എന്ന് പറഞ്ഞാൽ ലിഅദമി തഅഖുലിഹിം ലിൽ ഇബാദത്തി, കാരണം എന്താ അവർക്ക് ഇബാദത്തിന് അർഹതയില്ലാത്തത് കൊണ്ട് ഇവരിൽ നിന്ന് ആരിൽ നിന്നും ശരിയാവൂല. അപ്പോ ഈ ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഒരിടത്ത് വാങ്ങി കൊടുക്കും. നമ്മളിപ്പോ പറഞ്ഞത് ആ ഒരു മഹല്ലിൽ തന്നെ ഒരു ജമാഅത്തോ ആണെങ്കിലും ഈ ഇലാമിന് പല സ്ഥലത്ത് വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പല സ്ഥലത്ത് വാങ്ങി കൊടുക്കണം എന്നല്ല ഇപ്പൊ പറഞ്ഞത്. ഒരു മഹല്ലില് ജുമാ ജമാഅത്ത് ഒരു സ്ഥലത്താണ് നടക്കുന്നത്, പക്ഷെ ഇത് നാട് കുറെ ദൂരത്തായതുകൊണ്ട് അവിടെ എല്ലാം എന്താക്കണം, ബാങ്ക് കൊടുക്കണം. 2-3 സ്ഥലത്ത് ബാങ്ക് കൊടുക്കാനായി സ്ഥലം വേണ്ടി വരും. അപ്പൊ അങ്ങനെ ദൂരത്തെ സ്ഥലത്ത് ഇവിടുത്തെ ബാങ്ക് എന്ത് ചെയ്താൽ മതി, അവിടെ പിന്നെ മൈക്കിലൂടെ കേൾപ്പിച്ചാൽ മതിയാവോ? അങ്ങനെ ഒരു രൂപമുണ്ട്. അതായത് ഒന്നിലധികം സ്ഥലത്ത് മഹല്ലിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് ബാങ്ക് കൊടുക്കൽ മത്ലൂബാണ്. അപ്പൊ അവിടെ മൈക്കിലൂടെ കേൾപ്പിക്കുക. മെയിൻ പള്ളിയിൽ കൊടുക്കുന്നതിന് അവിടത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ഔട്ട്പുട്ട് എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈക്ക് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ എത്തിക്കുക. അത് മതിയാവോ? ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കുറെ സ്ഥലത്ത് ജമാഅത്ത് നടക്കുന്നുണ്ട്. ഒരു മഹല്ലിൽ കുറെ നിസ്കാര പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്താവും, ഒരു ബാങ്ക് കൊടുക്കും. ആ ബാങ്ക് എല്ലാ പള്ളിയിലും എന്താക്കും, കേൾക്കും. ഇപ്പൊ ഈ UAE അങ്ങനെ എന്താണ്, ഐക്യബാങ്കാണല്ലോ. എന്നാലൊരു സുഖമുണ്ട്, ഒരേ സമയത്തായിരിക്കും എല്ലാ പള്ളിയിലും ബാങ്ക്. ഇതാണെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങി ടൗണിലൊക്കെ 10-20 പള്ളി ഉണ്ടാവും. അപ്പൊ ഇത് ബാങ്ക് കൊടുത്ത് തീരുമ്പോഴത്തേക്ക് എന്താണ്, ഒരിടത്തുനിന്ന് തുടങ്ങി പകുതിയാകുമ്പോൾ മറ്റോടത്തെത്തി, മറ്റോടത്തുനിന്ന് തുടങ്ങി ഇവിടെ തീർന്നു കഴിയുമ്പോൾ മറ്റോടത്ത് തുടങ്ങി, ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ആദ്യം പോലെ തുടങ്ങണത്. അതിൽ ജനങ്ങൾക്ക് പൊതുവെ ഇടങ്ങേറ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ വഹാബികളുടെ ബാങ്ക് പിന്നെ 3 മിനിറ്റ് നേരത്തെ 5 മിനിറ്റ് നേരത്തെ ഒക്കെ കൊടുക്കുമല്ലോ. നേരത്തെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് സുബൈ അല്ലാത്തതിന് നേരത്തെ കൊടുക്കും, സുബൈക്കാണെങ്കിലോ വൈകിയും കൊടുക്കും. എങ്ങനെയായാലും ഇബാദത്ത് വാസിലാക്കാന്നുള്ളതാണ്. പിന്നെ സുബൈക്ക് നേരത്തെ കൊടുക്കണ്ടേ, അയ്യൂല. പിന്നെ എന്നാലേ നോമ്പ് വാസിലായി കിട്ടുള്ളൂ. അപ്പോ
അങ്ങനെ മതിയാവോ? അതിൽ ഞാൻ ആദ്യം പറഞ്ഞ രൂപം മതിയാവുമെന്ന് മനസ്സിലാവും. എന്നാൽ ഈലാവ് മതിയല്ല. മൈക്കായതുകൊണ്ട് ഇവിടുന്ന് എന്താണ് ശബ്ദം ഉയർത്തുക എന്നുള്ളതല്ലേ, ശബ്ദം ഉയർത്തുന്നതിൻ്റെ ഒരു വസീലയാണ് മൈക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്ക് മഹലിൻ്റെ അത്രാപ്പുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് വെച്ചിട്ട് അങ്ങോട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ആധുനിക സംവിധാനം വെച്ചിട്ട് അവിടത്തേക്ക് എത്തിച്ചാൽ ജമാഅത്തൊരു മഹലിലാവുമ്പോൾ അവിടുന്ന് ഒറിജിനൽ വാങ്ങി കൊടുക്കാൻ വേണം. ഒരു മുമയ്യിസായ മനുഷ്യൻ എന്താക്കണോ, മുസ്ലിമായ മനുഷ്യൻ വാങ്ങി കൊടുക്കണം. എന്നാൽ ഈ പല മഹലിൽ എന്താണ് നിസ്കാര പള്ളികളിലേക്കെല്ലാം ഇതിൻ്റെ ഒച്ച കേട്ടാൽ മതിയാവോ? അത് മതിയാവില്ല. അവിടെ ഒച്ച ഉണ്ടെങ്കിൽ കേട്ടോട്ടെ, കേൾക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ നടക്കുന്ന ജമാഅത്തിന് ബാങ്ക് ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ മശ്റൂആയ അമല് ഇബാദത്ത് വീടിയിട്ട് എന്ത് ചെയ്യുക, അവിടത്തെ ജമാഅത്ത് നടക്കണം. അത് പൂർത്തീകരിച്ചുകൊണ്ട് ജമാഅത്ത് നടക്കണമെങ്കിൽ അവിടെ ഒരാൾ ബാങ്ക് ഇഖാമത്തും കൊടുത്തിരിക്കണം. അത് വേണം. അതല്ല ഈ തമ്മീസ് എന്ന് പറഞ്ഞാൽ മറ്റേ തമ്മീസ് ഇല്ലാത്ത സാധനമല്ലേ. ഇപ്പം അവിടെ ബാങ്ക് കൊടുത്തത് എന്താണ്, തമ്മീസില്ലാത്ത സാധനം. പിന്നെ അതുപോലെ റെക്കോർഡാക്കി വെച്ചാലും മതിയാവൂല, അതും തമ്മീസില്ലാത്ത സാധനം. പിന്നെ ഇനി യുഹ്കമു ബി ഇസ്ലാമി ഗൈരിൽ ഈസവിയ്യി ബിനുത്ഖിഹി ബിശ്ശഹാദത്തൈനി. അതായത് ഒരു കാഫിർ വാങ്ങി കൊടുക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പം എന്തായി, ഇവന്റെ ബാങ്ക് ശരിയാവില്ല. കാരണം എന്താ, ഇവൻ കാഫിറായിട്ടല്ലേ. പക്ഷെ ഇവനെ മുസ്ലിമായിട്ട് കൂട്ടും. ഇവൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചല്ലോ. അപ്പൊ അവിടെ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുമ്പോൾ അവിടെ അത്തുഫിന്റെ വാവില്ലാതെയാണ് വാങ്കിൽ ഷഹാദത്ത് കലിമ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ മുസ്ലിം ആകാൻ എന്തിന്റെ ആവശ്യമില്ല, വാവ് കൂട്ടി പറയണമെന്നില്ല എന്ന് ഒരു ഹാഷിക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഈസവിയ്യി എന്ന് പറഞ്ഞ ആള് എന്ന് പറഞ്ഞു, ഇവനല്ലാത്തവൻ. ഈസവിയ്യി എന്ന് പറഞ്ഞ ആരാ, അത് ഈ പിന്നെ അബൂ ഈസ ഇസ്ഹാഖ് ബിൻ യാക്കൂബുൽ അസ്ബഹാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ജൂതനാ. അബൂ ഈസ ഇസ്ഹാഖ് ബിൻ യാക്കൂബ് എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്താണ്, ഒരു ആരിഫീങ്ങളാണെന്നൊന്നും വിചാരിക്കണ്ട. അവനൊരു യഹൂദിയാ. ഇവനിലേക്ക് നിസ്ബയായിട്ട് ജൂതന്മാരിൽപ്പെട്ട ഒരു പാർട്ടി ഉണ്ട്, അവർക്കാണ് ഈസവിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഈസാ നബി അലൈഹി സ്വലാം ഒന്നുമില്ലേക്കല്ല നിസ്ബ, അബൂ ഈസയിലേക്കാണ് നിസ്ബ. അപ്പൊ ഈ ഫിർക്കത്തിൽപ്പെട്ട ആളൊഴിച്ച് ബാക്കിയുള്ളവരെ മുസ്ലിമാവും, ഇവനെ മുസ്ലിമായി കൂട്ടൂല. ഇപ്പം ബാങ്ക് കൊടുത്താലും മുസ്ലിമായി കൂട്ടൂല. ഇങ്ങനെ ഈ ഫിർക്കത്തുകൾ ആരൊക്കെയാണെന്നും അവരുടെ വിശ്വാസം എന്തൊക്കെയാണെന്നും ഒക്കെ പറയല് അൽ ഫർഖു ബൈനൽ ഫിറക്ക് അല്ലെങ്കിൽ അൽ മിലലു അന്യഹല് പോലത്തെ കിതാബുകളിലാ. അപ്പോ ആ വിഷയത്തിൽ നല്ല മുഫീദായ കിതാബുകളാ. പിന്നെ അപ്പൊ എന്തായി, ഈ ഈസവിന്റെ സ്വീകരിക്കാത്ത എന്താ, അവന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാന്ന് വിശ്വസിക്കുന്ന ആളാ. പക്ഷെ ആരിലേക്ക് മാത്രം, ഇലൽ അറബി ഖാസത്തൻ, അറബികളിലേക്ക് മാത്രം റസൂലാണെന്ന് വിശ്വസിക്കുന്ന. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ വിശ്വാസത്തിനോട് യോജിച്ചിട്ടുണ്ടല്ലോ അത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് അംഗീകരിക്കലാണ്, അതോ നേരത്തെ അംഗീകരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഈസവി ഒഴിച്ചാണെങ്കിൽ എന്താണ്, ഇവന്റെ ഇസ്ലാം കൊണ്ട് ഹുക്മ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ യുഈദുഹു ലിവുഖൂഇ അവ്വലിഹി ഫിൽ കുഫ്രി. അപ്പൊ ഇവനെന്ത് ചെയ്യണം, അത് മടക്കണം. ഏത്, നുത്ഖുഹു ബിശ്ശഹാദത്തൈനി മടക്കണം. ലിവുഖൂഇ അവ്വലിഹി, അല്ലെങ്കിൽ വാങ്ക് മടക്കണം. ലിവുഖൂഇ അവ്വലിഹി, ആ വാങ്കിന്റെ തുടക്കം എന്താണ്, യുഈദുഹു എന്ന് പറഞ്ഞാൽ ബാങ്ക് മടക്കണം എന്നർത്ഥം. ലിവുഖൂഇ അവ്വലിഹി ഫിൽ കുഫ്രി, അതിന്റെ തുടക്കം കുഫറിലാണ് സംഭവിച്ചത്, അല്ലെ? അഷ്ഹദു എന്ന് പറയുമ്പോൾ മുസ്ലിം ആയിട്ടില്ലല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും മുസ്ലിം ആയിട്ടില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പൂർത്തിയാവുമ്പോഴേ മുസ്ലിം ആവുള്ളൂ. അപ്പൊ അത്രയും സമയം വരെ എന്താവുള്ളൂ, ഇവന് കുഫറിലായിട്ടല്ല. അപ്പൊ ആ നുത്ഖും ബിശ്ശഹാദത്തൈനി മടക്കിയാലും മടക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി തീർന്നിട്ട് പിന്നെ ഒരിക്കൽ കൂടി ആ ഷഹാദത്തൈനി മടക്കിയിട്ട് പോയാൽ ബാങ്ക് ശരിയല്ല. ബാങ്ക് പൂർത്തിയായെങ്കിൽ ആദ്യം മുതൽ ബാങ്ക് കൊടുക്കണം, അങ്ങനെ. അപ്പൊ യുഈദുഹു എന്ന് പറഞ്ഞാല് ബാങ്ക് മടക്കുക, ലിവുഖൂഇ അവ്വലിഹി ഫിൽ കുഫ്രി. ഇനി വയുസ്തറത്തു ലിസിഹത്തി നസ്ബി നഹ്വിൽ ഇമാമി ലഹു തക്ലീഫുഹു അമാനത്തുഹു. നമ്മളെ മദ്ഹബ് അനുസരിച്ചാണ് എന്ത് ചെയ്യല്, ഈ ഒരാള് മുസ്ലിം ആകാൻ ഷഹാദത്ത് കലിമ തന്നെ, അതായത് മുസ്ലിമാന്ന് ഹുക്മ ചെയ്യാൻ അവൻ നുത്ഖും ബിശ്ശഹാദത്തൈനി തന്നെ ചെല്ലണം. അതന്നെ അഷ്ഹദു എന്ന് പറഞ്ഞ പദം കൂട്ടിയൊക്കെ ചെല്ലണം എന്ന് നമ്മളെ മദ്ഹബാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരുത്തൻ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാലും മതി.
ഇമാം അഹമ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില കിതാബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ദേവബന്ദികള് അവര് അന്തംഗമ്മികളാണല്ലോ, വിവരമില്ലാത്തവരാ, പട് ജാഹിലീങ്ങളാ. ഈ തബ്ലീഗ് എന്നും പറഞ്ഞ് നടന്നിട്ട് ഇൽമൊന്നും പഠിക്കൂലല്ലോ. അപ്പൊ മഹാനായ ഇമാം അഹമ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ പേരിൽ വിമർശിക്കും. ഇങ്ങനെ പറഞ്ഞു, മുസ്ലിമാന്ന് പറഞ്ഞാല് അയാളെ മേലെ ആ ഇസ്ലാം എന്ന് ഹുക്മ. മുസ്ലിമാന്ന് പറയണമെന്നല്ല, ഒരുത്തനോട് നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞാലും മതി. അങ്ങനെയാ, അതാ മദ്ഹബിന്റെ എല്ലാ കിതാബിലും ഉള്ളതാണ്. അത് ഇമാം അഹമ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ വകയൊന്നുമല്ല, അത് ഹനഫി മദ്ഹബ് അങ്ങനെയാ. പിന്നെ വയുസ്തറത്തുൽ സിഹത്തി നസ്ബി നഹ്വിൽ ഇമാം, ഇമാമ് പോലത്തവർ നിയമിക്കുക. ഇമാമോ അല്ലെങ്കിൽ പള്ളിയുടെ നാദിറോ അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് എന്താണ് നിയമിക്കുന്നത് സഹീഹാകാൻ ഷർത്താണ്. ലഹു ആരെ നിയമിക്കുക? മുഅദ്ദിനെ മുഖീമിനെ ഒക്കെ നിയമിക്കുക. അപ്പൊ മുഅദ്ദിനെ നിയമിക്കാൻ അയാൾ തന്നെയുള്ള ഇഖാമത്തും കൊടുക്കുക, അതിന് ഷർത്താണ് തക്ലീഫു. അപ്പൊ മുക്കല്ലഫായിരിക്കണം. അപ്പൊ കുട്ടികളെ നിയമിക്കാൻ പറ്റൂല മോദീനായിട്ട്. പിന്നെ അമാനത്തുഹു, അവന് വിശ്വസ്തനായിരിക്കണം, ചതി ചെയ്യുന്നവനാകരുത്, സമയം മാറ്റി വാങ്ങി ബോധപൂർവം കൊടുക്കുന്നവനാകാൻ പാടില്ല. പിന്നെ മഅരിഫത്തുഹു ബിൽ വക്തി, ഇവന് സമയം അറിയുന്നവനുമായിരിക്കണം, അതായത് നിസ്കാരത്തിന്റെ സമയം കണ്ടെത്തി മനസ്സിലാക്കാൻ അറിയുന്നവനായിരിക്കണം. അത് മഅരിഫത്ത് ഷർത്താണ്. ഔ മുർസിദുൻ, അല്ലെങ്കിൽ ഒരു നിരീക്ഷകൻ ആവശ്യമാണ്, സമയം നിരീക്ഷിക്കുന്ന ആള്. എന്തിനേല് ഇഅ്ലാമിഹി, അവനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ബിഹി ആ വക്ത് കൊണ്ട് അറിയിക്കാൻ വേണ്ടി. ഒന്ന് ഇവൻ വേണം, അല്ലെങ്കിൽ എന്താണ് അത് അറിയിക്കുന്ന ഒരാൾ വേണം എന്നാ. അപ്പോ കലണ്ടറിൽ കണക്കൂട്ടിയിട്ടാൽ മതി, അത് നോക്കി കൃത്യമായിട്ട് വാങ്ങി കൊടുക്കുമെങ്കിൽ അത് മതിയാവും. പിന്നെ ലിഅന്നദാലിക വിലായത്തുൻ, കാരണം ഇത് തക്ലീഫും അമാനത്തും ഇതെല്ലാം ഷർത്താണെന്ന് പറയാൻ കാരണം ഈ പറഞ്ഞത് വിലായത്താണ്. ഫസ്തുരിത്ത കൗനുഹു മിൻ അഹ്ലിഹ, ഏത് വിലായത്താണെന്ന് ഈ പറഞ്ഞ നസ്ബ് എന്ന് പറഞ്ഞത് വിലായത്താണ്, എന്തല്ല ലമാനല്ല. പിന്നെ വസ്തുരിത്ത കൗനുഹു മിൻ അഹ്ലിഹ, അപ്പൊ വിലായത്തിന്റെ അഹ്ലുകാരനായിരിക്കണം. അപ്പൊ തക്ലീഫും അമാനത്തും ഒക്കെ വേണം. ഇനി ഷർത്തുൽ മുഅദ്ദിനി അദ്ദുക്കൂറത്തു, മുഅദ്ദിന്റെ ഷർത്ത് ആണായിരിക്കുക എന്നല്ല, അപ്പൊ പെണ്ണ് വാങ്ങി കൊടുത്താൽ മതിയാവില്ല. അഥവാ ഫലായസിഹു അദാൻ ഉംറാത്തിൻ വ ഹുൻസ, പെണ്ണിന്റെയും ഹുൻസന്റെയും ബാങ്ക് ശരിയാവില്ല. ആർക്ക് വേണ്ടി? ലിരിജാലിന്, ആണുങ്ങൾക്ക് വേണ്ടി. വ ഖനാസി എന്ന പോലെ ഹുൻസകൾക്ക് വേണ്ടിയും ശരിയാവൂല. ഹുൻസക്ക് വേണ്ടി വാങ്ങി കൊടുത്താലും ശരിയാവില്ല, ആണെന്നെ വാങ്ങി കൊടുക്കണം. ഓരോ മഹരിമ, ആ റിജാല് എന്താണ് മഹറമുകളാണെങ്കിലും ശരി പെണ്ണിന്റെ വാങ്ക് ശരിയാവില്ല. അപ്പോ എന്താണ് ഭാര്യയാണ് വാങ്ങിക്കൊടുത്താല്, ഉമ്മയെ വാങ്ങിക്കൊടുത്താല്, മോളെ വാങ്ങിക്കൊടുത്താല്, സഹോദരിയെ വാങ്ങിക്കൊടുത്താൽ അതൊന്നും മതിയാവില്ല. ഏതുപോലൊക്കെ ഇമാമത്തിഹിമ, ഈ ഇമ്രാത്തിന്റെയും ഹുൻസന്റെയും ഇമാമത്ത് സഹിയാകാത്ത പോലെ ലഹും റിജാലിനും എന്ന പോലെ ഹുൻസകൾക്കും വേണ്ടി. ഹുൻസകൾക്ക് വേണ്ടി പറ്റാത്ത ഹുൻസ ആണാകാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ടാ. എന്നാൽ അദാനുഹുമാലിന്നിസായി, ഈ പെണ്ണിന്റെയും ഹുൻസന്റെയും ബാങ്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി ജായിസാണ്. കമാമറ മുമ്പ് പറഞ്ഞല്ലോ അല്ലെ, അവര് മാത്രം കേൾക്കുന്ന രീതിയിൽ എന്താണ് ഒരു പെണ്ണ് അവർക്ക് വേണ്ടി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കറാത്തില്ല എന്ന് മുമ്പ് പറഞ്ഞത്. അദാനുഹുമ എന്ന് പറഞ്ഞാല് ഇമ്രാത്തും ഹുൻസയും വാങ്ങി കൊടുക്കുക പെണ്ണുങ്ങൾക്ക് വേണ്ടി. വയുക്രാഹു കുല്ലും മിൻഹുമ, ഇനി ബാങ്കു ഇഖാമത്തും കറാഹത്താണ്. ആർക്ക്? ലിൽ മുഹദിസി, മുഹദിസിന് കറാഹത്ത, അശുദ്ധിയുള്ളവൻ. വൈരിൽ മുത്തയമ്മിമി, മുത്തയമ്മിമ അല്ലാത്ത മുഹദിസ്. തയമ്മം ചെയ്താലും എന്താവും? ഹദസ് ഉണ്ടാവുമല്ലോ, മുഹദിസ് അല്ലേ, ഹദസ് ഉയരൂലല്ലോ. അപ്പൊ അതുകൊണ്ടാ ഗൈരിൽ മുത്തയമ്മിമി എന്ന് പറഞ്ഞ. തയമ്മം ചെയ്താൽ കറാത്തു പോവും. പിന്നെ ലി ഖബരി തിർമിദി, തിർമിദിന്റെ ഹദീസ് ഉണ്ട്, എന്താണ്? ലാ യുഅദ്ദിനു ഇല്ലാ മുതവല്ലിഉൻ എന്ന് പറഞ്ഞു. പിന്നെ സുന്നലഹു ഇത്മാമുഹു, അപ്പോ ബാങ്കിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞാലോ അത് അഹദസാസിനാഹു, ബാങ്കിന്റെ ഇടയിൽ അശുദ്ധി ഉണ്ടായാലും സുന്നലഹു ഇത്മാമുഹു, പൂർത്തിയാക്കൽ സുന്നത്താണ്. കറാഹത്തുഹു ലിൽ ജുനുബി അശദ്ദു, എന്നിട്ട് ആ ബാങ്ക് കറാഹത്താകുക ജനാപത്തുകാരനാകുമ്പോ അശദ്ദാണ്. തൈമം ചെയ്യാത്ത ജനാപത്തുകാരൻ ഇവൻ അശദ്ദാണ്. ലിഅന്ന ഹദസഹു അഗ്ലദു, കാരണം ഇവന്റെ ഹദസ് ചെറിയ അശുദ്ധി അപേക്ഷിച്ച് ഗൗരവം കൂടിയതാണല്ലോ, അപ്പോ കറാഹത്തിനും ഗൗരവം കൂടും. വൽ ഇഖാമത്തു,
അകലൂന. ഇഖാമത്ത് അകലാണെന്ന് പറഞ്ഞ് വാങ്കിന്റെ കറാഹത്തിനേക്കാൾ ഗൗരവം കൂടിയ കറാഹത്താണ് എന്ത്? ഇഖാമത്തിന്റെ കറാഹത്ത്. അപ്പൊ കറാഹത്തിൽ ഇങ്ങനെ ഗൗരവം കൂടുതലും കുറയലും ഒക്കെ ഉണ്ടോ? ഉണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ജാസിമല്ലാത്ത നെഹി കൊണ്ട് നെഹി ചെയ്യപ്പെട്ടതല്ലേ. അപ്പോ അത് അങ്ങനെ ഗൗരവം കൂടിയതും ഇല്ലാത്തതുകൊണ്ടോ ഹറാമാവൂല. അപ്പൊ ചുറ്റുണ്ടാവും. ഇത് കറാഹത്താവുമ്പോ മലാമ് ആക്ഷേപം ഉണ്ടാകുമെന്നല്ലേ. അപ്പോ ഗൗരവത്തോടെ ആക്ഷേപിക്കാൻ എന്താണ് അർഹതയുള്ളൊരു കാര്യമാണെന്ന് അർത്ഥം. അപ്പൊ മാഹദിൽ ഹദസൈന് ചെറിയ ശുദ്ധി അല്ലെ വലിയ ശുദ്ധിയോടുകൂടെ ഇഖാമത്താകുന്നത് അകലതു മിൻഹു മഅദാലിക്കൽ ഹദസി. അകലതാണ് എന്തിനേക്കാൾ? മിൻഹു ബാങ്കിനേക്കാൾ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ കറാഹത്തിനേക്കാൾ അകലതാണ്, ഗൗരവം കൂടിയതാണ്. എന്തോടുകൂടെ? മഅദാലിക്കൽ ഹദസി, അതേ ഹദസോടുകൂടെ. അപ്പോൾ ചെറിയ ശുദ്ധിയോടുകൂടെ വാങ്ങ് കൊടുക്കുന്നതിനേക്കാൾ ഗൗരവം കൂടുതലാണ് കറാഹത്തിന്റെ വിഷയത്തില് ചെറിയ ശുദ്ധിയോടുകൂടെ. മഅദാലിക്കൽ ഹദസി എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയോടുകൂടെ കാമത്ത് കൊടുക്കൽ. അല്ലെ വലിയ ശുദ്ധിയോടുകൂടെ കാമത്ത് കൊടുക്കുന്നതിനേക്കാൾ വാങ്ങ് കൊടുക്കുന്നതിനേക്കാൾ വലിയ ശുദ്ധിയോടുകൂടെ വാങ്ങ് കൊടുക്കുന്ന കറാഹത്തിനേക്കാൾ ഗൗരവം കൂടുതലാണ് എന്താണ്? ചെറിയ ശുദ്ധി. വലിയ ശുദ്ധിയോടുകൂടെ എന്നല്ല, ചെറിയ ശുദ്ധിയോടുകൂടെ വാങ്ങ് കൊടുക്കുക, അത് കറാഹത്താണ്. അതിനേക്കാൾ ഗൗരവം കൂടുതലാണ് വലിയ ശുദ്ധിയോടുകൂടെ ഇഖാമത്ത് കൊടുക്കുക. അപ്പൊ അത് മഅദാലിക്കൽ ഹദസി എന്ന് പറഞ്ഞാൽ വാങ്കിന്റെ അവിടെ ചെറിയ ശുദ്ധിയാണ്, ഇഖാമത്തിന്റെ അവിടെ ചെറിയ ശുദ്ധി. വാങ്കിന്റെ അവിടെ വലിയ ശുദ്ധിയാണ്, ഇഖാമത്തിന്റെ അവിടെ വലിയ ശുദ്ധി. അങ്ങനെ തസബ്ബുബിഹി ലിവുഖൂഇൻ നാസി ഫീഹി ബിൻസിറാഫിഹി ലിത്വഹാറത്തി. കാരണം എന്താ? ലിതസബ്ബുബിഹി, അത് കാരണമാക്കും. ഏത്? ഇഖാമത്ത് കൊടുക്കൽ, അശുദ്ധിയോടുകൂടെ ഇഖാമത്ത് കൊടുക്കൽ കാരണമാക്കും. എന്തിന്? ലിവുഖൂഇൻ നാസി ഫീഹി, ജനങ്ങളെ ആക്ഷേപിക്കാൻ കാരണമാകും. ഫീഹി, ഇവനെ ആക്ഷേപിക്കാൻ കാരണമാകുന്നു. വഖാ ഫീഹി എന്ന് പറഞ്ഞാൽ കുറ്റം പറയാന്നാ. അപ്പൊ ഇവനെ കുറ്റം പറയും ആൾക്കാരെ. അപ്പൊ ബിൻസിറാഫിഹി ലിത്വഹാറത്തി, ഇവൻ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കാൻ ഒതുകൊടുക്കണ്ടേ, അല്ലെ കുളിക്കണ്ടേ, അതിന് പോകൂലേ. അപ്പൊ അതിന് പോകുമ്പോ എന്താക്കും? ആൾക്കാർ കുറ്റം പറയും. അപ്പൊ വെറുതെ എന്തിനാ ആൾക്കാർ കുറ്റം പറയാൻ കാരണം വെച്ചു കൊടുക്കുന്നത്? അത് ഗൗരവം കൂടിയ കറാഹത്താണെന്ന് അർത്ഥം. അതന്നെ, ജനങ്ങൾക്ക് അങ്ങനെ കുറ്റം പറയാൻ കാരണം വെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ്, അത് സൂക്ഷിക്കുന്ന നല്ലതാ. പിന്നെ അതിനവസരം വെച്ചു കൊടുക്കണ്ട. ബഹസല്ലസ്നബിയു മുസാവാത്ത അദാനിൽ ജുനുബിലി ഇഖാമത്തിൽ ഹദസി, ഇഖാമത്തിൽ മുഹദിസി. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓരോ ഹദസിന്റെ കൂടെയും എന്താണ്? ചെറുതിന്റെ കൂടെ ഇഖാമത്ത് എന്തിനേക്കാൾ? ചെറിയ ശുദ്ധിയുടെ കൂടെ വാങ്കിനേക്കാൾ ഗൗരവമാണ്. വലിയ ശുദ്ധിയുടെ കൂടെ വാങ്കിനേക്കാൾ ഗൗരവം കൂടുതലാണ് വലിയ ശുദ്ധിയുടെ ഇഖാമത്ത്. ഇതാ പറഞ്ഞത്. പക്ഷെ ഇമാം അസ്നവിന്റെ ബഹ്സ് എന്താ? മുസാവാത്ത അദാനിൽ ജുനുബി, ജനാബത്തുകാരന്റെ അദാന് അത് തുല്യമാണ്. എന്തിനോട്? ഇഖാമത്തിൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരന്റെ ഇഖാമത്തിനോട് തുല്യമാണ് എന്ന് ബഹ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മഅദാലിക്കൽ ഹദസി എന്ന് പറഞ്ഞതിന്റെ മുഹ്തറസ് അങ്ങനെ ബഹ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെന്താണ്? പിന്നൊന്നും പറഞ്ഞില്ല, ബഹ്സുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ പോയതാ. പിന്നെ അപ്പൊ അതിന് ഇഖ്റാർ ചെയ്തു എന്നർത്ഥം. ആ ബഹ്സിന് അഖൽ ചെയ്തു, വഖറഹു അല്ലെ വസക്കത്ത അലൈഹി എന്നൊക്കെ പറയും. അപ്പൊ അത് അംഗീകരിക്കലാണ്. ഇനി വയുസന്നു സയ്യിത്തുൻ ഹസനു സൗത്തി അദുലുൻ. നേരത്തെ ഷർത്ത്, മോദിന്റെ ഷർത്ത് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഇനി മോദിന് ആരായിക്കലാണ് സുന്നത്ത്. അതാ വയുസന്നുലിൽ അതാണ് സയ്യിത്തുൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ശബ്ദമുള്ള ആളായി. ആലി സൗത്തി, അതെന്തിനാ? ലി സിയാദത്തിൽ ഇഅ്ലാമി, ഇഅ്ലാമ് എന്താണ്? അറിയിക്കുക എന്ന് പറഞ്ഞില്ലേ, അത് കൂടണമല്ലോ. ലി സിയാദത്തിൽ ഇഅ്ലാമി, ഇഅ്ലാമ് കൂടാൻ. അപ്പൊ കൂടുതൽ ആളിലേക്ക് എത്തും. വലിൽ ഖബരി സഹീഹി, അപ്പൊ ബാങ്ക് കൊടുക്കാനൊക്കെ ആക്കുമ്പോ എന്താണ്? നല്ല മൈക്ക് വാങ്ങണം, നല്ല ഒച്ചുള്ള മൈക്ക് വാങ്ങണം. ഇത് എവിടെയും കേൾക്കാത്ത ഇങ്ങനെ പറവറക്കുന്ന അതൊന്നും പറ്റൂല. പിന്നെ വലിൽ ഖബരി സഹിഹ ഹദീസുണ്ട്. അന്നഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ഖാല ലിറാഇൽ അദാനി ഫിന്നൗമി അൽഖിഹി അലാ ബിലാലിൻ ഫഇന്നഹു അന്ദാ സൗതം മിൻകാ. അപ്പൊ ഇപ്പൊ മൈക്ക് ഉണ്ടാവുമ്പോ എന്താണ്? ഉയർന്ന ശബ്ദമുള്ള ആള് സുന്നത്തുണ്ടോ? അത് സുന്നത്തുണ്ട്. കാരണം എന്താ? പതുങ്ങിയ ശബ്ദക്കാരൻ മൈക്കിലൂടെ പറഞ്ഞാലും പതുങ്ങിയിട്ട് തന്നെ പുറത്തേക്ക് കേൾക്കുക, അല്ലെ? നല്ല എന്താണ്? ശബ്ദമുള്ള ആള് മൈക്കിൽ കൂടെ ഉറക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാല്
അപ്പോൾ ഉറക്കം കേൾക്കും. അങ്ങനെയാണ്. പിന്നെ അപ്പൊ അത് സുന്നത്തിന്റെ തന്നെ. അത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലലി റാഇൽ അദാൻ ഫിൽ മനഫിന്നൗമി, വാങ്കിനെ കണ്ട ആളോട് പറഞ്ഞു. വാങ്കിനെ കണ്ട ആളോട് എന്തു പറഞ്ഞു? എപ്പോഴാ കണ്ടത്? ഫിന്നൗമി, ഉറക്കത്തിൽ കണ്ട ആളോട് പറഞ്ഞു. ആരായിരുന്നു അത്? അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പൊ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അൽഖിഹി അലാ ബിലാലിന്, ആ വാങ്കിന് ബിലാലിന് ചൊല്ലിക്കൊടുക്കുന്ന പറഞ്ഞു. കാരണം എന്താ? അപ്പൊ ബിലാൽ ഓരോന്നോരോന്ന് പറയുമ്പോ അതിനനുസരിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആര്? അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ പറഞ്ഞു. പിന്നെ അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. അത് അൽഖിഹി അലാ ബിലാൽ ഫഇന്നഹു അന്താ സൗത്തം മിൻക. കാരണം ആ ബിലാല് കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു തീർച്ചയായും അന്താ അയലാ സൗത്തൻ എന്നർത്ഥം. അന്താ സൗത്തം മിൻക, നിന്നെക്കാൾ എന്താണ് ശബ്ദം കൂടിയ ആളാണ് എന്നാ. അന്ത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അബ്അദു മദാ സൗത്തിൻ, ശബ്ദത്തിന്റെ ഗായത്ത്. അപ്പൊ ശബ്ദം എത്തുന്ന സ്ഥലം എത്രത്തോളം എത്തുമോ അത് കൂടുതൽ ദൂരത്താണ് എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെ സൗത്ത് സാധാരണ ശബ്ദം എത്രത്തോളം എത്തുമോ അത് കൂടുതൽ ദൂരത്തേക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം എത്തും എന്നാണ്. പിന്നെ വഖീല അഹ്സനു, അല്ല അന്ത എന്ന് പറഞ്ഞതിന് അഹ്സനു എന്നൊരർത്ഥവും പറഞ്ഞിട്ടുണ്ട്. മറ്റേതാണ് റാജിഹ്. പിന്നെ അഹ്സന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മസലക്ക് ആ ഹദീസ് തെളിവാവില്ല, അത് ശേഷം വരുന്ന മസലക്ക് ശരി തെളിവാകുക. പിന്നെ വയുസന്നു ഹസനു സൗത്തി, നല്ല ശബ്ദമുള്ള ആള്. അതിനാ കേട്ടാൽ ഒരു രസം വേണം, വിളിക്കല്ലേ, പോകാനൊരു താല്പര്യം വരണം. ഇതിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് വരുന്ന രീതിയിൽ പരുക്കൻ ശബ്ദമുള്ളവരൊന്നും വാങ്കുളിക്കരുത്. ഹസനു സൗത്തായിരിക്കും, അതാ സുന്നത്ത്. വൈങ്കാന യുലക്കനഹു, ആ ബാങ്കിനെ ചൊല്ലിക്കൊടുക്കപ്പെടുന്നുണ്ടെങ്കിലും ശരി, തൽക്കീന് ചൊല്ലിക്കൊടുക്കുക എന്നല്ലേ. അപ്പോ യുലക്കനു, ആ ഹസനു സൗത്തായ ആള് അയാൾ ചൊല്ലിക്കൊടുക്കപ്പെടുക. ഹു എന്ന് പറഞ്ഞത് ബാങ്കിനെ ചൊല്ലിക്കൊടുക്കപ്പെടുന്ന ആളാണ്. വേറൊരാളെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, എന്നാലും ശബ്ദം നല്ല ശബ്ദമുള്ള ആളാകുക. കാരണം ഇയാളെ ശബ്ദമല്ലേ പുറത്തു വരിക. ലിയാദ്മി എഹ്സാനിഹി ലഹു, അയാൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന എന്തിനാ? യുലക്കനു ലിയാദ്മി എഹ്സാനിഹി, അയാൾക്ക് അറിയില്ല, ഈ ഹസനു സൗത്തായ ആളിനെ അറിയില്ല. ലഹു എന്തറിയില്ല? വാങ്ക് അറിയില്ല. അതുകൊണ്ട് അപ്പൊ വാങ്ക് അയാൾക്ക് അറിയില്ല. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുക. എന്നാലും എന്താണ്? നല്ല ശബ്ദമുള്ള ആളിനെ ആയിരിക്കുക വാങ്ങ് കൊടുക്കാൻ. അന്നഹു അബ്അസു, ഹസനു സൗത്തായ ആളെ അബ്അസു അലൽ ഇജാബത്തി, ഹസനു സൗത്തായിരിക്കുക എന്നുള്ളത് അബ്അസ് കൂടുതൽ പ്രേരണ നൽകുന്നതാണ്. എന്തിന്റെ മേലെ? അലൽ ഇജാബത്തി, ഈ വിളിച്ചതല്ലേ, എന്തിന്? നിസ്കരിക്കാൻ വരാൻ വിളിച്ചതല്ലേ. അപ്പൊ നല്ല ശബ്ദത്തിൽ വിളിച്ചാല് വരാനൊരു പ്രേരണ ഉണ്ടാകും. അതൊക്കെ ശരിയാ, അനുഭവമാണ്. നല്ല ഖുതുബുള്ളടുത്ത്, നല്ല ഖിറാഅത്തുള്ളടുത്ത്, നല്ല വാങ്കുള്ളടുത്തേക്കൊക്കെ ആൾക്കാർ പോവുമല്ലോ. അങ്ങനെ പിന്നെ ഇപ്പൊ പിന്നെ നല്ലത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പാടുക എന്നുള്ളതാ. അതല്ല നല്ലത് എന്ന് പറയുന്നത്, അത് വേറെ വിഷയം, നമുക്ക് ശേഷം വരുന്നുണ്ട് പറയാം. വാദിലുൻ എന്ന പോലെ അതിലായാലും എന്തിനാ? അതിൽ യുഖ്ബല ഖബറുഹു ബിൽ വഖ്തി, പിന്നെ അതിലായ അദാലത്തുണ്ടെങ്കിലല്ലേ അയാളെ ഖബർ സ്വീകാര്യമാവുള്ളൂ. വക്ത് കൊണ്ട് ഖബർ പറയല്ലേ അയാള്. ഇയാൾ വാങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വക്ത് കൊണ്ട് ഖബർ അറിയിക്കുകയാണ്, സമയമായി എന്ന് പറയുക. അപ്പൊ സ്വീകരിക്കണമെങ്കിൽ പിന്നെ അതിലായിരിക്കണം. വലിയുമന നളറുഹു ഇലൽ ഔറാത്തി എന്ന പോലെ ഇയാള് ഔറാത്തുകളിലേക്ക് നോക്കലിനെ തൊട്ട് അമ്നുണ്ടാകുന്നതിന് വേണ്ടിയും, ഔറാത്തുന്നാസ് ജനങ്ങളുടെ ആ ന്യൂനതകൾ നോക്കുക, അതിനെ തൊട്ട് അമ്നുണ്ടാകണം. അയാൾ ഇങ്ങനെ എന്താണ് ബാങ്ക് കൊടുക്കുന്ന ആളാവുമ്പോ ജനങ്ങളുമായിട്ട് കൂടുതലായി ഇടപഴകുന്ന ഒരു മനുഷ്യനായിരിക്കും. അത് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പൊ ജനങ്ങളുമായിട്ട് പൊതുവെ ഇടപഴകുമ്പോ ഈ ആൾക്കാരുടെ ന്യൂനതകൾ, ഔറത്ത് എന്ന് പറഞ്ഞാൽ അതാ നഖായിസ്, അതിങ്ങനെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട്, പിന്നെ അതിങ്ങനെ ശ്രദ്ധിച്ചാൽ പിന്നെ ചിലപ്പോ പിന്നെ പറയലാവും, അത് പിന്നെ ഗീബത്തും നമീമത്തും ഒക്കെ ആവും. ഇതൊക്കെ ഇല്ല, അങ്ങനത്തെ വിസ്നയ ഫസാദൊന്നും മഹലിൽ ഉണ്ടാകാതിരിക്കാൻ അതിലയാളെ നിർത്തുക. അപ്പൊ അയാൾ കണ്ണടച്ചോളൂ. അങ്ങനെ പിന്നെ വഹുറുൻ സ്വതന്ത്രനായിരിക്കുക, ആലിമും ബിൽ മവാഖീത്തി വക്ത് അറിയുന്ന ആളായിരിക്കുക. ഇതെല്ലാം സുന്നത്താണ്.
വമിൻ ദുർരിയത്തി മുഅദ്ദിനീഹി എന്ന പോലെ നബി മുഅദ്ദിനീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനീങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ പരമ്പരയിലുള്ള സന്താന പരമ്പരയിലുള്ളവരെ കിട്ടുമെങ്കിൽ അതായിരിക്കലും സുന്നത്താണ്. ആരായിരുന്നു ആ മുഅദ്ദിനീങ്ങൾ? 4 പേരാണ്. ഗർദി വഹും അർബഅത്തുൻ ബിലാലുൻ വബ്നു ഉമ്മി മക്തൂമിൻ കാനാ ബിൽ മദീനത്തി വഅബൂ മഹ്ദൂറത ബിമക്കത്ത വസഅദുൽ അൽ ഖുറൽ ബിഖുബാ മസ്ജിദുൽ ഖുബായിൽ സഅദ് എന്ന് പറഞ്ഞ എന്താണ് സഹാബി മക്കത്താണെങ്കിൽ, അബൂ മഹ്ദൂറത്ത് എന്ന് പറഞ്ഞ സഹാബി മദീനയിൽ ബിലാലും ഇബ്നു ഉമ്മി മക്തൂമിൻ റളിയല്ലാഹു അൻഹുമാ. ഇങ്ങനെ 4 പേരാണ്. അവരുടെ സന്താന പരമ്പരയിലുള്ളവരെ കിട്ടുമെങ്കിൽ അതും നല്ലത് തന്നെ. പിന്നെ ഇനി അതില്ലെങ്കിലോ ഫുർരിയത്തി മുഅദ്ദിനി അസ്ഹാബിഹി, പിന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ബാങ്ക് കൊടുത്ത ആൾക്കാരുണ്ട്. ഇവര് 4 അല്ലാതെ വേറെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച മുഅദ്ദിനീങ്ങളാണ് ആ 4 പേര്. അതല്ലാതെ അതിന്റെ ശേഷം സഹാബത്തിൽ നിന്ന് മുഅദ്ദിനീങ്ങളായവർ അവരുടെ സന്താന പരമ്പരയില്ലെങ്കിൽ അതാ നല്ലത്, അതും നല്ലതാ. അത് കിട്ടാനില്ലെങ്കിൽ ഫുർരിയത്തി സഹാബിയിൻ, ഏതെങ്കിലും ഒരു സഹാബിയിലേക്ക് നസബ ചേരുന്ന കുടുംബ പരമ്പര ചെന്നെത്തുന്ന ഒരു സഹാബിയിലേക്ക് ചേരുന്നവരുണ്ടെങ്കിൽ അത് നല്ലത്. അൻസാരിയോ അൻസാരിയാവുമ്പോ ഔസിയോ ഖസ്റജിയോ അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ. പിന്നെ വയദ്ഹറു തഖ്ദീമു ദുർരിയത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദുർരിയത്തി മുഅദ്ദിനി സ്വഹാബത്തി റളിയല്ലാഹു തആല അൻഹും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർരിയത്തിനെ മുന്തിക്കുക. ആരെക്കാൾ മുന്തിക്കുക? അലാ ദുർരിയത്തി മുഅദ്ദിനി അസ്സഹാബത്തി റളിയല്ലാഹു അൻഹു, സഹാബത്തിലെ മുഅദ്ദിനീങ്ങളുടെ ദുർരിയത്ത് പരമ്പരയിൽ വരുന്നവരെക്കാൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർരിയത്തിനെ മുന്തിക്കൽ ലാഹിറാണ് എന്നാ. അപ്പൊ അവരെക്കാളും എന്ന പോലെ വാല ദുർരിയത്തി സഹാബിയിൻ ലൈസ മിൻഹും, ആ മുഅദ്ദിനീങ്ങളിൽ പെടാത്ത ഒരു സഹാബി. അതാണ് നേരത്തെ പറഞ്ഞ ദുർരിയത്തി സഹാബിയിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോ അദ്ദേഹം ഒരു സഹാബിയാണ്, അവരുടെ കൂട്ടത്തിൽ ബാങ്ക് കൊടുത്ത ആളല്ല. അങ്ങനത്തെ ഒരു സഹാബിന്റെ ദുർരിയത്ത് ഇവരെക്കാൾ ആരെ മുന്തിക്കൽ ലാഹിറാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർരിയത്തിനെ മുന്തിക്കുക എന്നാ നേരത്തെ ഇപ്പൊ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് മിൻ ദുർരിയത്തി മുഅദ്ദിനീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ 4 മുഅദ്ദിനീങ്ങളെ പരമ്പര. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് അസ്ഹാബിലെ മുഅദ്ദിനീങ്ങളുടെ ദുർരിയത്ത് എന്നാ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്കൊരു കൂട്ടരുണ്ട്, അതാരാ? അതാ യദ്ഹറു തഖ്ദീമു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർരിയത്ത് തന്നെ, അല്ലാതെ മുഅദ്ദിനീങ്ങളുടെ ദുർരിയത്തല്ല, നേരെ ദുർരിയത്ത് തന്നെ. നേരെ ദുർരിയത്ത് എന്ന് പറയുമ്പോൾ ആൺമക്കളുടെയും പെൺമക്കളുടെയും പരമ്പരയിൽ വരുന്നവർ ഉണ്ടെങ്കിൽ അവർ നല്ലതാണ് എന്നർത്ഥം. ദുർരിയത്ത് എന്ന് പറയുമ്പോൾ പെൺമക്കളുടെ പരമ്പരയിൽ വരുന്നവരും പെടും, അങ്ങനെയാണ്. ഔലാദ് എന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ വയുക്റഹു അദാനു ഫാസിഖിൻ, ഫാസിഖിന്റെ അദാന് കറാഹത്താ. അതിലല്ലാത്ത ആൾ വാങ്ങിക്കൊടുക്കൽ കറാഹത്താണ്. വസബിയൻ, അപ്പൊ മുഅദ്ദിനീങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫാസിഖ് വിസ്ക് വന്നു പോകാതിരിക്കാൻ. വിസ്ക് വന്നു പോയാലും അവന്റെ വാങ്ക് കറാഹത്തായിരിക്കും. പിന്നെ വസബിയൻ, കുട്ടിയുടെ വാങ്കും. സബിയ് മുമയ്യിസാവുമ്പോ. പിന്നെ ആമയുടെ വാങ്കും കറാഹത്താണ്. കാരണം എന്താ? അന്നഹും മളിന്നത്തുൽ ഖത്ഇ, പിന്നെ ഖത്ഇന്റെ മളിന്നത്താണ് എന്നറിഞ്ഞു. പിന്നെ അത് ആമയ്ക്ക് വേറൊരാളില്ലെങ്കിൽ, ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ശേഷം വരുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആമയായിട്ട് വാങ്ങി കൊടുത്തല്ലോ, അപ്പൊ പിന്നെ കറാത്താവും ഇല്ലല്ലോ. അത് വേറെ ആളുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഇനി അന്നഹും മളിന്നത്തുൽ ഖത്ഇ, തെറ്റുപറ്റാൻ സാധ്യതയുള്ളവരാണ് ഇവര്. കുട്ടിക്കും വാസിക്കിനും ഒക്കെ പറ്റാം. പിന്നെ വത്തംതീതു വത്തഗന്നി ഫീഹി മാലം യതഗയ്യർ ബിഹിൽ മാന വഇല്ലാ ഹറുമാ ബൽ കസീറും മിൻഹും കുഫ്റുൻ ഫൽയുതനബ്ബഹ് ലിദാലിക. കണ്ടോ, അതേ നേരത്തെ പറഞ്ഞ. ഇപ്പോഴത്തെ ഖിറാഅത്തും ഓതും നിസ്കാരവും ഖുതുബയും ബാങ്കും ഒക്കെ രസമുണ്ട് എന്നറിയാൻ ആ ഈണ ഉണ്ടാക്കുക എന്നുള്ളത് അതല്ല, അത് ഖിറാഅത്താ.
തംതീത്തു എന്ന് പറഞ്ഞാൽ തംദീദ്, ഇങ്ങനെ നീട്ടുക. നീട്ടുക എന്ന് പറഞ്ഞാൽ അറബി കലാമനുസരിച്ച് നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്. ലീനിന്റെ അർഫ് വന്നു കഴിഞ്ഞാൽ അവിടെ നീട്ടണം അല്ലേ? അത് അതിന്റെ ശേഷം തജ്വീദ് അനുസരിച്ച് അതിന്റെ ശേഷം മദ് വരികയാണെന്നുണ്ടെങ്കിൽ മദ് വാജിബും മദ് വാജിബും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. 3 അലിഫിന്റെ കതിര് നീട്ടണ്ട, 7 അലിഫിന്റെ കതിര് നീട്ടണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞത് എന്ത്? അതല്ലാത്ത തംദീദിനാണ് ഈ തംതീത്ത് എന്ന് പറയുക. തകന്നിയും കറാഹത്താണ്. തകന്നി എന്ന് പറഞ്ഞാല് രാഗമുണ്ടാക്കുക, ഈണമുണ്ടാക്കുക എന്നൊക്കെയാണ്. അതായത് റിനാ ഉണ്ടാക്കുക, സംഗീതം ഉണ്ടാക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് തത്രീബ് എന്നാ. തത്രീബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശബ്ദം മുകളിലോട്ടും താഴോട്ടും ആക്കുക എന്നാ. ഇങ്ങനെ ആക്കുമല്ലോ. അപ്പൊ അതാണ് എന്ത് തകന്നി എന്ന് പറഞ്ഞത്. ഈ പാട്ട് ഗാനത്തിന്റെ സ്വഭാവമാണത്. ഗാനം ആലപിക്കൽ അങ്ങനല്ലേ. അപ്പൊ അത് രണ്ടും കറാഹത്താ. ഫീഹി എവിടെ? വാങ്കല് കറാഹത്താണ്. ഈ കാമത്തിലും കറാഹത്താണ്. പക്ഷെ അത് പൊതുവെ വാങ്കലേ വരിക. മറ്റേത് ഇദ്റാജ് ആയതുകൊണ്ട്, ഇസ്രാ ആയതുകൊണ്ട് എന്താണ് വേഗം തീരുമല്ലോ. അതിൽ പിന്നെ ആരും അങ്ങനെ കളിക്കാൻ നിൽക്കല്ല. മാലം യതഗയ്യർ ബിഹിൽ മയന, അത് മയന വ്യത്യാസപ്പെടുത്താതിരിക്കുമ്പോൾ. മയന വ്യത്യാസപ്പെടുത്തിയാലോ ഇല്ല ഹറുമാ, മയന വ്യത്യാസപ്പെടുത്തിയാൽ ഹറാമാണ് എന്നല്ല. ബൽ കസീറും മിൻഹു, ആ മയന തഗയ്യറാക്കുന്നത് കസീറും കുഫറാണ്, അധികവും കുഫറാണ്. അപ്പൊ മിൻഹു കസീറും മിൻഹു എന്ന് പറഞ്ഞത് ആ മാലം യതഗയ്യർ ബിഹിൽ മഅന എന്ന് പറഞ്ഞതിലേക്കാക്കാം. അപ്പൊ മഅന തഗയ്യുറാകുന്ന തകന്നിയും തംതീത്തും. അത് തംതീത്തിലാണ് മഅന വ്യത്യാസം വരിക എന്ന് പറഞ്ഞത്. തകന്നിയില് മഅന വ്യത്യാസം വരൂല. അതിങ്ങനെ ശബ്ദം മുകളിലോട്ട് ഇങ്ങനെ ആക്കലല്ലേ, അതിൽ മഅന വ്യത്യാസം വരൂല. മറ്റൊടുത്താണ് എന്ത് നീട്ടുമ്പോഴാണ് മഅന വ്യത്യാസം വരിക. അതെങ്ങനെ ഉദാഹരണം? അപ്പൊ ആ മഅന വ്യത്യാസം വരുത്തുന്ന അധികവും എന്ത് തന്നെ കുഫ്റാണ്. അതുകൊണ്ട് ഫൽ യുത്തനബ്ബഹിൽ ദാലിക, വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം ചെയ്തിട്ടുണ്ട്. ശർവബര് ഹാഷ്യക്കാർ പറഞ്ഞിട്ടുണ്ട്. മദ്ദി ബാ അക്ബർ. അക്ബർ എന്നുള്ളത് അക്ബാർ എന്ന് പറയുക. അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ തുൽമീനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അക്ബാർ എന്ന് പറഞ്ഞാൽ മഅന വ്യത്യാസമായി പോകും. അത് കബർ എന്ന് പറഞ്ഞതിന്റെ ജമ്മാണ് അക്ബാർ എന്ന് പറയുന്നത്. കബർ എന്ന് പറഞ്ഞതിന്റെ ജമ്മാണ് അക്ബാർ എന്നാകുക. അക്ബാർ എന്ന് പറഞ്ഞാൽ ഒരു വശം മാത്രമല്ല, എന്താണ് ഒരു വശത്ത് മാത്രം മുട്ടുന്ന ചെണ്ടക്ക. അപ്പൊ അള്ളാഹു അങ്ങനത്തെ ചെണ്ടകളാണെന്നല്ലേ അർത്ഥം വരിക? അത് പറ്റൂലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളടത്ത് ഇലാഹ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിർത്തുക. വഖഫ് ചെയ്തു പോയാല് അത് കുഫ്ര. കാരണം അതെന്ത് വരും? അത് അള്ളാഹിനെയും എന്താണ് നിഷേധിക്കുന്നിടത്തേക്കല്ലേ എത്തുക. ഖാലിസായ കുഫറാണത്. തീരെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പൊ തന്നെ വഖഫ് ചെയ്യാതെ നിർത്താതെ കൂട്ടി എന്താക്കണം? ഇസ്തിസ്ന ചെയ്യണം. ഇല്ലെങ്കിൽ അള്ളാഹിനെ നിഷേധിക്കലായിപ്പോ അത് കുഫറാണ്. കൽ വഖഫി അലാ ഇലാഹു വൽ ഇബ്തിദാഇ ബി ഇല്ലല്ലാ ലിഅന്നഹു റുബ്ബമാ യുദ്ദി ഇലൽ കുഫ്രി. പിന്നെ സൂഫിയത്ത് ഇല്ലല്ലാ എന്ന് പറഞ്ഞ ദിക്ർ തന്നെ ചൊല്ലിയത് എന്താണ്? ഇങ്ങനെ വഖഫ് മേടിച്ചിട്ടാണെന്നാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് കലിമ പൂർത്തിയാക്കി ചെല്ലുമ്പോഴേ ഈ ഇലാഹ് കഴിഞ്ഞ് വഖഫായി പോയാൽ കുഫറാവുമല്ലോ. അപ്പൊ അതിനെന്താക്കി? അത് കളഞ്ഞ് മുസ്തസ്ന മിന്നു കളയാലോ. അപ്പൊ അത് കളഞ്ഞിട്ട് ഇല്ലല്ലാ 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 എന്നുള്ള ഇസ്തിസ്ന മാത്രം ചൊല്ലിയതാണ്. എന്നാ പിന്നെ ആ കുഫ്റ് വരാൻ പേടിക്കാനില്ല. ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇസ്ബാത്താണല്ലോ. അങ്ങനെയാണ്. അപ്പൊ അവിടെ മുസ്തസ്ന മിന്നു കളഞ്ഞതാ. പിന്നെ അത് വേറെ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് ഈ അക്ബാർ എന്ന് പറയുന്നത് പല മോദിനീങ്ങൾക്കും വരുന്ന, ഞാൻ തന്നെ പലർക്കും തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഈ തിരുത്തി കൊടുക്കുമ്പോൾ നാടന്മാർക്ക് തിരുത്തി കൊടുത്താൽ അവർ പിന്നെ അടുത്ത വാങ്ങുമ്പോൾ നേരെയാക്കി പറയുന്നുണ്ട്. ഞാൻ ചിലർക്ക് പറഞ്ഞു കൊടുത്ത ഈ മൊയ്ലിയന്മാർക്ക് തിരുത്തി കൊടുത്താൽ തിരുത്തൂല. അവര് എന്തോ വലിയ കോളാന്ന് വിചാരിച്ചിട്ട് എത്ര പറഞ്ഞാലും കേൾക്കൂല. പിന്നെ അവര് പിന്നെ അങ്ങനെ തന്നെ അത് അവിടുന്നൊക്കെ എന്താണ് പിന്നെ ആ പള്ളിയിൽ അങ്ങനെ ഈ പള്ളിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടേ അവിടുത്തെ മുഖത്തിന്റെ വാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ട് ശൈലി പഠിക്കുന്ന. അല്ല കിതാബ് നോക്കിയിട്ട് എന്താണ് ഏതൊക്കെയാണ് ഏത് രീതിയിലാണ്
ബാങ്ക് കൊടുക്കേണ്ടത്, അതിന്റെ സുന്നത്തേതാ, അതിന്റെ കറാത്തേതാ, ഇത് നോക്കിയിട്ടല്ല, മറ്റേ അനുകരണം. അപ്പൊ പിന്നെ തലയിൽ കയറൂലല്ലോ. പിന്നെ അതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയുമ്പോ ആന്ന് നീട്ടിക്കഴിഞ്ഞാൽ പോയില്ലേ. അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നതാ. ആഷ്ഹദു എന്നായാലോ അപ്പൊ ഇസ്തിഫാമാവൂലേ. അപ്പോ എന്തുവരും? കുഫർ വരും. അഷ്ഹദു എന്ന് പറയുന്നിടത്ത് ആഷ്ഹദു എന്ന് പറഞ്ഞാൽ തറദ്ദുദായില്ലേ, തറദ്ദുദ് കുഫറല്ലേ. അങ്ങനെ എന്താണ്, അതിൽ കുറെ ഉണ്ട്. അള്ളാഹു അക്ബർ എന്നുള്ളടത്ത് അള്ളാഹു ആ ബായിന്റെ അലിഫ് നീട്ടുന്ന ഇപ്പൊ പറഞ്ഞത്. അക്ബർ എന്നുള്ളടത്ത് ആക്ബർ എന്ന് പറഞ്ഞാലോ അപ്പോഴും ഇസ്തിഫാമിന്റെ അംശയാവും അത്. അപ്പൊ അക്ബർ ആണോ എന്നുള്ള സംശയമായി പോകും, തറദ്ദുദ് വരും. അപ്പൊ പിന്നെയും കുഫർ വരും. അല്ലാഹു അക്ബർ അങ്ങനെ പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അള്ളാന്റെ അവിടെ അലിഫ് നീട്ടുക, അക്ബറിന്റെ അവിടെ അലിഫ് നീട്ടുക, ഇങ്ങനെ ഒക്കെ നീട്ടിയിട്ട് എന്താക്കുക, ആകെ കുളവാക്കുക. എല്ലാം വരുന്നത് ഈ ജാതി കുഫറൊക്കെയാണ് പിന്നെ. അപ്പൊ അതുകൊണ്ട് സാധാരണ കലിമത്ത് ഉച്ചരിക്കുന്ന ആ രീതിയിൽ ഉച്ചരിക്കുക. ഇത് ബാങ്കിൽ മാത്രല്ല, ഫുഖഹാവ് ബാങ്കിന്റെ മസല പറഞ്ഞപ്പോ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മസല പറഞ്ഞപ്പോ, ഇതൊക്കെ അവിടൊക്കെ ഈ ഹുക്കുമ് പറയല് മുനാസിബായതുകൊണ്ട് ഈ ഹുക്കുമ അവിടെ പറഞ്ഞേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും. ബുർദ ചെല്ലുമ്പോ ആമിൻ തദക്കുരുജി എന്നല്ല, ഇത് ആമിൻത എന്ന് പറഞ്ഞ എന്ത് വീല, അമിൻ തദക്കുരി ജീറാനിംബിദി സലമീനല്ലേ. അതിനെന്തൊക്കെയാ ചെല്ലിക്കൂട്ടല്? മൗലായ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ സല്ലീ വസല്ലിം എന്നായാല്, സല്ലീ എന്ന് പറഞ്ഞാൽ മുഅന്നസിനോടല്ലേ ഖിതാബ്. സല്ലീ എന്ന് പറഞ്ഞാല് മുഅന്നസിനോടാണ് ഖിതാബ്. അപ്പൊ അള്ളാനെ മുഅന്നസാക്കലാണ്. അൻഅംതി എന്ന് പറയുന്ന ഹുക്കുമാണ്. അൻഅംതി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാ പറയുന്നതെങ്കിൽ എന്താവും? കുഫറാണ്, ഇല്ല ഹറാമാണ്. അപ്പൊ ഇതും ഹറാമാണ്. അതൊരു ഉദാഹരണം. അങ്ങനെ എന്ത് ബാക്കി തന്നെ മനസ്സിലായിക്കോളാം. ഇനി അപ്പൊ അതുപോലെ യുത്തനബഹലി ചാലിക്കാന്ന് പറഞ്ഞു. വലായജൂസ് വലായസിഹു നസ്ബു റാത്തിബിൻ മുമയ്യിസിൻ, ഇനി സഹിയാകുകയില്ല എന്ന പോലെ ജായിസു അല്ല നസ്ബു റാത്തിബിൻ മുമയ്യിസിൻ, മുമയ്യിസായ റാത്തിബായ മുഅദ്ദിനെ നിയമിക്കൽ സഹിയല്ല. ഔ ഫാസിഖിൻ, അല്ലെങ്കിൽ ഫാസിഖിന്. അപ്പൊ മുമയ്യിസായ കുട്ടി എന്തായില്ല, ബാലികായില്ല, അത് പറ്റൂല. ഫാസിഖിനെ നിയമിക്കാൻ പറ്റൂല മുത്ലഖൻ എന്ന് പറഞ്ഞാല് അതിലേക്ക് വക്തറിയുന്ന ഒരാളെ കൂട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി എന്നാ മുത്തലക്കൻ. വക്കഥ ആമ, ഇങ്ങനെ തന്നെ ആമയെ നിയമിക്കലും ശരിയാവൂല. ഇല്ല ഇല്ലമ്മയിലേഹി മയ്യരിഫു യുഅരിഫുൽ വക്ത, ആ ആമക്ക് സമയം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ അയാളെ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പറ്റൂലെന്നാ. അപ്പൊ അങ്ങനത്തെ ഒരാളെയും കൂടെ കൂട്ടിയിട്ട് നിയമിച്ചാല് കുഴപ്പമില്ല, അപ്പൊ അത് റെഡിയാവും. ഇല്ലെങ്കിൽ ആ നിയമനം ശരിയല്ല.